ഹായ് വെൽക്കം ടു ഡെൽറ്റ ഹസിൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിവേഴ്സൽ ട്രേഡ് എങ്ങനെ ചെയ്യും. ആ റിവേഴ്സൽ ട്രേഡിന് നമുക്ക് എന്തൊക്കെ ആണ് പ്രധാനമായിട്ടും ആവശ്യം. അപ്പൊ ഇത് നോക്കൂ, ഇത് 22,500 പുട്ട് ഓപ്ഷനാണ്. ഇത് തേഴ്സ്ഡേ ക്ലോസ് ആണ്. അപ്പം ഫ്രൈഡേയിൽ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും പ്രീവിയസ് ഡേയുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഡ്രോ ചെയ്യണം, ഡിപ്പെൻഡിങ് അപ്പോൺ ദീസ് ഇംബാലൻസസ് ആൻഡ് ബൈയിങ് ഇംബാലൻസ് റൈറ്റ് സൈഡിൽ, സെല്ലിംഗ് ഇംബാലൻസ് ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ നമുക്കത് ഡ്രോ ചെയ്യാം. സി, ഇവിടെ ഒരു സെല്ലിംഗ് ഇംബാലൻസ് നമ്മൾ ഡ്രോ ചെയ്തു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ ബൈയിങ് ഇംബാലൻസ്. ഇവിടെയാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീട് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ സെല്ലിംഗ് ഇംബാലൻസുകളാണ്. അപ്പൊ ഈ ക്യാൻഡിൽ കണ്ടു, ഇത് സ്റ്റാക്ഡ് ഇംബാലൻസ് ആണ്. അപ്പൊ ഇതിന്റെ മിഡിൽ ലൈൻ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, then here. So all round selling ആണ് പുട്ട് ഓപ്ഷൻ നടന്നിരിക്കുന്നത്. അഗ്രസീവ് സെല്ലിങ്സ് ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഓൾസോ വി ക്യാൻ. അപ്പൊ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുന്ന എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഓപ്പൺ പ്രൈസിന് മുകളിൽ ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് അവർ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ. ആഫ്റ്റർ 9:30 ഓൾസോ 9:30ക്ക് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ പുട്ട് ഓപ്ഷൻ ദ ഫസ്റ്റ് ബേസിക് സപ്പോർട്ട് എന്ന് പറയുന്നത് 134. 134 ബിലോ ട്രേഡ് ചെയ്താൽ ഡോണ്ട് ടച്ച് ദിസ് ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ലോയില് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് ചെയ്യണം. അത് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്കൊരു ബൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ആണ് 154.55 ഈസ് എ ടോപ്പ് റെസിസ്റ്റൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ എത്രയാണ്? 163. ഈ റെസിസ്റ്റൻസും സപ്പോർട്ടും വെച്ച് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യണം വിത്ത് സഫീഷ്യന്റ് വോളിയം ആൻഡ് ഡെൽറ്റ കണ്ടീഷൻസ്. എങ്കിൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യൂ. ഇതേപോലെ നമ്മൾ കോൾ ഓപ്ഷന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഡ്രോ ചെയ്യും. സി, കോൾ ഓപ്ഷൻ ക്ലോസ് ചെയ്തിരിക്കുന്ന ഹൈയിലാണ്. അതിന് മുകളിലോട്ടുള്ള ലെവൽസ് ഒന്നും നമുക്കില്ല. പക്ഷെ പുട്ട് ഓപ്ഷനിൽ മുകളിലേക്കുള്ള ലെവൽസ് ഉണ്ട്. ഹൈ ഓഫ് ദ ഡേയിലാണ് കോൾ ഓപ്ഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സി, ഇവിടെ എല്ലാം സെല്ലിംഗ് ഇംബാലൻസസ് ആണ്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ആ എല്ലാ ഇംബാലൻസും കൂടി ഒരുമിച്ച് ഇതെല്ലാം സെല്ലിംഗ് ഇംബാലൻസ് ആണ്. പുട്ട് ഓപ്ഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് നോക്കൂ, ഈ സെല്ലിംഗ് ഇംബാലൻസ് അഗ്രസീവ് സെല്ലേഴ്സിന്റെ ഏരിയാസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ അസംഷൻ എന്തായിരിക്കണം? ടുമാറോ, ദാറ്റ് ഈസ് ഫ്രൈഡേ, പുട്ട് ഓപ്ഷൻ ഈസ് വെരി വീക്ക്. വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്യാവൂ. ബൈ ചെയ്യുന്നത് എവിടെയൊക്കെ ആയിരിക്കണം? ഈ റെസിസ്റ്റൻസിന് മുകളിൽ ട്രേഡ് ചെയ്താൽ നമുക്ക് ബൈ ചെയ്യാം. ഫസ്റ്റ് റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ഓൺ ക്ലോസ് ബേസിസ് ഓൺലി നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ദ റിയൽ ബ്രേക്ക് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി മാർക്കറ്റ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു 155, 156 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ചെക്ക് ദി വോളിയം, ഡെൽറ്റ ആൻഡ് മാക്സ് ഡെൽറ്റ, മിൻ ഡെൽറ്റ കോമ്പിനേഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ എൻട്രി ചെയ്യും. നമുക്ക് ടാർഗറ്റ് വരുന്നത് 166, എബോവ് 166 വീണ്ടും ക്ലോസ് ചെയ്യണം ക്യാൻഡിൽ, എങ്കിൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യൂ. ലൈക്ക് വൈസ് കോൾ ഓപ്ഷനും നമ്മൾ ഡ്രോ ചെയ്യും. ഇതിന്റെ ബേസിക് ആയിട്ടൊരു സപ്പോർട്ട് അതിന് താഴെയുള്ളത് ഈ ലെവലാണ്. ഈ ലെവൽ അപ്പൊ 105 നമുക്ക് മാക്സിമം സപ്പോർട്ട് ലെവലായിട്ട്, ഓർ ദിസ് ലെവൽ 95, 96. 96 ബിലോ ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. 96 ബിലോ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലേഴ്സ് വിൽ ഡോമിനേറ്റ്. സെല്ലേഴ്സ് ഓൾസോ അഗ്രസീവ് സെല്ലേഴ്സ് ഇവിടെ വളരെ ആക്റ്റീവ് ആയിരിക്കും ക്ലോസ് ഓഫ് ദി ഡേ. അപ്പം
നാളെ പുട്ട് ഓപ്ഷൻ, അതായത് ഫ്രൈഡേ പുട്ട് ഓപ്ഷൻ 138 മുകളിൽ ട്രേഡ് ചെയ്താൽ ദീസ് പീപ്പിൾ വിൽ കം ബിഹൈൻഡ് ഫോർ കവറിംഗ് ദെയർ ഷോർട്ട് പൊസിഷൻസ്. ഇറ്റ് വിൽ ജംപ്. അതാണ് നമ്മുടെ അസംഷൻ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓപ്പൺ പ്രൈസ്. വി ഡോണ്ട് നോ at what price this call option may open tomorrow. Okay, so now change the time span. 5 minutes. 5 minutes എടുത്തിട്ട് ഫ്രൈഡേ ഓപ്പൺ ചെയ്ത് എവിടെയാണ്? പുട്ട് ഓപ്ഷൻ ഫ്രൈഡേയില് ഓപ്പൺ ചെയ്തത് ഈ പോയിന്റിലാണ്. സോ ഫസ്റ്റ് 5 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിന്റെ OSLC ലൈൻ നമ്മൾ ഡ്രോ ചെയ്യും. ഇത് ക്ലോസ് ഏരിയ, ഓപ്പൺ, ഹൈ, ഇവിടെ ലോ പോയിന്റ്. ഓക്കെ, സോ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ദി ലോ ഓഫ് ദി ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ. ലൈക്ക് വൈസ് നമ്മൾ കോൾ ഓപ്ഷനിലും എന്താണ് ഹാപ്പൻ ചെയ്തതെന്ന് നോക്കാം. കോൾ ഓപ്ഷൻ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, ലോ പോയിന്റ് ഇതാണ്, ഹൈ പോയിന്റ് ഇതാണ്. അപ്പൊ ഈ ഓപ്പൺ പ്രൈസിന് മുകളിൽ ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അപ്പൊ നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ എന്താണ് സംഭവിക്കുന്നത്? നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ എന്താ? ദാറ്റ് മീൻസ് 9:25 ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്ത് 9:30ക്ക് ശേഷം മാത്രമേ നമ്മൾ എൻറ്റർ ചെയ്യത്തുള്ളൂ. എപ്പോഴും എങ്ങനെയാണെങ്കിൽ മാത്രം അവിടെ നമ്മുടെ പൈ കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം, നമ്മുടെ ഡെൽറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ മാത്രമേ അത് വരത്തുള്ളൂ. ഐ വിൽ ഡ്രോ ദി ലൈൻസ്. കോൾ ഓപ്ഷന്റെ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം വാട്ട് ഹാസ് ഹാപ്പൻഡ് ലേറ്റർ. നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്, നമുക്ക് ബൈ വന്നിട്ടില്ല. 9:30 ക്യാൻഡിൽ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ 9:25 9:30 ക്യാൻഡിൽ. ഇവിടെ നമ്മുടെ ഡെൽറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നോ എൻട്രി. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് വോളിയം ആണ്. ഡെൽറ്റ കണ്ടീഷൻസ് ഒക്കെ ഏകദേശം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ക്ലോസ്ഡ് ബിലോ ദി ഓപ്പൺ പ്രൈസ്. എബോവ് ഓപ്പൺ പ്രൈസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ക്ലോസ്ഡ് ജസ്റ്റ് ബിലോ ദി ക്ലോസ് പ്രൈസ് ഓഫ് ദി ഫസ്റ്റ് ക്യാൻഡിൽ. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യും. മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ലെറ്റ് us see what has happened. ഇവിടെ വന്നു, ഇവിടെ നമുക്ക് എൻട്രി ഇല്ല, ഇവിടെ എൻട്രി ഇല്ല, ഇവിടെ എൻട്രി ഇല്ല, ആൻഡ് ഇവിടെ 2.95 വോളിയം ഇല്ല, ആൻഡ് ദിസ് ക്യാൻഡിൽ ഹാസ് ക്ലോസ്ഡ് above the open price. Immediately jump and buy 132, 132 ഇന്ന് 153 വരെ പോയി, 22 points. Good, no? 22 points you got. Then after that again gone up. After that again gone up. അപ്പൊ ഓപ്പൺ പ്രൈസിന് മുകളിൽ ക്ലോസ് ചെയ്തതെന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തത് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം. സോ വി വിൽ ടേക്ക് ആൻ എൻട്രി ഹിയർ 131 ആൻഡ് ഇറ്റ് ഹാസ് ഗോൺ അപ് ടു 176. ഓക്കെ, ഈ ലെവൽസ് ഒക്കെ മൺഡേയിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ലെവൽസ് ആണ്. ലെവൽസ് നോർമലി വോണ്ട് ചേഞ്ച്, ബട്ട് ഓപ്ഷൻസിൽ നേരിയ ഒരു വ്യത്യാസം ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രീമിയം ഡീക്കെ. ബട്ട് ഇൻഡെക്സ് ലെവൽസ് ചേഞ്ച് ചെയ്യത്തില്ല. ഇൻഡെക്സ് ലെവൽസ് എപ്പോഴും നമുക്ക് ഹോൾഡ് ചെയ്യാം, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ബട്ട് ഓപ്ഷൻ ലെവൽസ് എന്ന് പറയുന്നത് അഗ്രസീവ് സെല്ലിംഗ് ഏരിയാസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഹാസ് ഹാപ്പൻ ടു പുട്ട് ഓപ്ഷൻ? പുട്ട് ഓപ്ഷൻ ഓപ്പൺ പ്രൈസിന് മുകളിൽ ഇവിടെ ക്ലോസ് ചെയ്തു, ബട്ട് ബിലോ ദ റെസിസ്റ്റൻസ്. സോ ഡോണ്ട് ടേക്ക് എനി എൻട്രി. നമ്മൾ ഇതിന് മുകളിലേ ബൈ ചെയ്യത്തുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു 155 എബോവ് മാത്രമേ നമ്മൾ എൻട്രി ചെയ്യത്തുള്ളൂ. അവിടെ ഓപ്പൺ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഇവിടെയാണ് നോർമൽ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഏരിയാസ് നേരത്തെ വരച്ചിട്ടുണ്ട്, അഗ്രസീവ് സെല്ലിംഗ് ഏരിയാസ് ആണ്. ഈ അഗ്രസീവ് സെല്ലിംഗ് ഏരിയാസിന്റെ മുകളിൽ ക്ലോസ് വന്നെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യത്തുള്ളൂ.
Normally, most of the traders, no, retail traders, smart traders, ഓപ്പൺ പ്രൈസിന് മുകളിൽ ക്ലോസ് ചെയ്യും. YHLC റൂൾ വെച്ച് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ട്രാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഫോളോ ചെയ്യും. മോസ്റ്റ് ഓഫ് ദി പുട്ട് ഓപ്ഷൻ ബയേഴ്സ് were trapped in this can. See the buying imbalances. Okay, so we will not incur any loss. Why? നമുക്കറിയാം ഇതൊരു അഗ്രസീവ് സെല്ലിംഗ് ഏരിയ ആണ്. അത് ക്ലോസ് ചെയ്യാനായിട്ട് വെരി ഡിഫിക്കൽട്ട് ആണ്. സോ വി വിൽ നോട്ട് incur any loss. Got the point? അതാണ് ഇംബാലൻസ് ഓർഡർ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 99.99 accuracy is there. We will not be trapped. നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ട്രാപ്പ് ചെയ്ത ഏരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരിക്കലും ട്രാപ്പിന് വീഴില്ല. ഓർഡർ ഫ്ലോ അനാലിസിസ് നടത്താത്തവർ മാത്രമേ ട്രാപ്പിന് പോകുള്ളൂ. വിത്ത് കൺവെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നവർ മാത്രമേ ട്രാപ്പിൽ പോകുള്ളൂ. നമ്മൾ തേഴ്സ്ഡേയിൽ തന്നെ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു ഈ ലെവലിന് മുകളിലേ നമ്മൾ ബൈ ചെയ്യുള്ളൂ. റീപ്ലേ ദ വീഡിയോ, യു വിൽ ഗെറ്റ് ദി ഇൻഫർമേഷൻ. അത് നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് ഇംബാലൻസ് ബോക്സുകൾ വെച്ചിട്ട് ചെയ്തതാണ്. ഈ കാൻഡലിന് മുകളിൽ, ഈ റെക്ടാങ്കിളിന് മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇറ്റ് ഈസ് എ ബൈ. പക്ഷെ കോൾ ഓപ്ഷനിൽ നമുക്ക് എന്തായിരുന്നു, ഈ പർട്ടിക്കുലർ ലൈൻ ആയിരുന്നു നമ്മുടെ പോയിന്റ് എന്ന് പറയും. ആ പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തു. ഇനി ഈ റെക്ടാങ്കിൾ നോക്കിയേ, 135 മുകളിലാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിലും വി ഗോട്ട് എ ഡീസന്റ് റിട്ടേൺ. 150 ബൈ ചെയ്തു, വി ഗോട്ട് അപ് ടു 176, 26 പോയിന്റ്. എഗൻസ്റ്റ് വെച്ച് നമ്മൾ പുട്ട് ഓപ്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലോ വി വിൽ ഇൻകർ ഹ്യൂജ് ലോസ്. 152 എന്നത് എവിടെ വരെ പോയി? അത് സി കംപ്ലീറ്റ് താഴെ. നോ ബൈയിങ് ബിലോ ദിസ് ലെവൽ 134. No, 134 below, no buying. Buying above only 155. അപ്പൊ ഈ ഇംബാലൻസ് പ്ലസ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഈസ് എ വെരി അമ്യൂസിംഗ് ടൂൾ. ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഇനി സ്റ്റോക്ക് ആണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഫോളോ ചെയ്യുന്ന വേൾഡ് വൈഡ് മോഡേൺ പ്ലെയേഴ്സ് എല്ലാം ഇതാണ് ഫോളോ ചെയ്യുന്നത്. ദേ നെവർ ഡു വിത്ത് MACD ഓർ കാൻഡിൽസ്റ്റിക്സ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനൊക്കെ MACD ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം. വെരി ഷോർട്ട് ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, സ്പെഷ്യലി ഓപ്ഷൻസ്, 7 days ഓഫ് എക്സ്പയറി ആണ്, 5 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ. സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ നമുക്ക് സിമ്പിൾ മൂവിങ് ആവറേജും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തു. ബട്ട് ഇൻ ഓപ്ഷൻസിന് ഈ നമ്പേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെയൊക്കെ സെല്ലിംഗ് ഏരിയാസ് ആണ്. വൺസ് ഈ കാൻഡിൽ ക്ലോസ് ചെയ്തു താഴെ, സീ ദ ഫോൾ ദെയർ ആഫ്റ്റർ ക്വിക്ക്ലി ഡൗൺ. ഇവിടൊക്കെ ആവറേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു വിൽ ഇൻകർ ഹ്യൂജ് ലോസ്. സോ ട്രേഡ് വിത്ത് നമ്പേഴ്സ്, യു വിൽ ബി ദ വിന്നർ. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇതൊരു അമ്യൂസിംഗ് സ്റ്റഡിയാണ്. ഓർഡർ ഫ്ലോ അനാലിസിസിന്റെ 1% പോലും ഇല്ല ഈ സ്റ്റഡി. സീ ദ ആക്യുറസി, സീ ദ ഡെൽറ്റ ആൻഡ് ഓൾ. അപ്പൊ നമ്മൾ ഈ സ്റ്റഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോസ് ഉണ്ടാകില്ല. ഓപ്പൺ പ്രൈസിന് മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദ ജനറൽ കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റും കൂടി ടോപ്പ് അപ്പ് ചെയ്യും. ആ പോയിന്റ് ഏതാണ്? അവിടെ ഒരു സെല്ലിംഗ് ഇംബാലൻസ് ഉണ്ടാവും. കണ്ടില്ലേ? എ ഫ്രാക്ഷൻ ഓഫ് 2 പോയിന്റ് വ്യത്യാസത്തിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തില്ല, നമുക്ക് ലോസ് വിൽക്കറിയില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് ഈസ് എ വിന്നിംഗ് സ്ട്രാറ്റജി ഹാവിംഗ് 99% ആക്യുറസി. സീ മൈ ഓൾഡ് വീഡിയോസ്. എന്റെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കും. വളരെ വളരെ സമയം കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സംടൈംസ് ഐ വിൽ റിപ്പീറ്റഡ്ലി ടെല്ലിങ് ഓൾ ദീസ് തിങ്സ്. പക്ഷെ ബി പേഷ്യന്റ്. നമ്മൾ എത്രമാത്രം പഠിക്കുന്നു അത്രയും നമുക്ക് ഏൺ ചെയ്യും. അറിയാൻ വയ്യാത്ത ഒരു ജോലി നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്താൽ നമുക്ക് ലോസ് ഉണ്ടാവും. ഒരു ഉദ്ദേശത്തിന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് മണി, ഹാർഡ് ഏൺഡ് മണിയാണ്. ഇത് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? സോ ട്രേഡ് വിത്ത് യുവർ ഓൺ ബ്രെയിൻ.
യുവർ നോളജ്, യുവർ മണി. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.